സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം തലക്കെട്ട്. ലോകകപ്പിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 3 താരങ്ങൾ റെഡ് കാർഡ് കണ്ട് പുറത്ത്. രണ്ടാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഒപ്പത്തിനൊപ്പം. ഇറാനുമായി വലിയൊരു ഒത്തുതീർപ്പിലെത്തിയെന്ന് അമേരിക്ക. ഹോർമുസ് തുറക്കുമെന്നും ആണവായുധം ഇറാൻ ഉപേക്ഷിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. അവകാശവാദം ശരിവെക്കാത്ത ഇറാൻ. തീരുമാനം ആയിട്ടില്ലെന്ന് പ്രതികരണം. ഇന്ത്യൻ നാവികരെ അമേരിക്ക കൊലപ്പെടുത്തിയത് ദുഃഖകരമെന്നും ഇറാൻ. തൃണമൂലിൽ പിളർപ്പ് പൂർണ്ണം. പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ യൂസഫ് പഠാൻ ഉൾപ്പെടെ 20 എംപിമാർ. ബിജെപിയെ പിന്തുണയ്ക്കാനും വിമതർ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഉച്ചയ്ക്ക് പ്രത്യേക വിമാനത്തിൽ മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. റോഡ് മാർഗം കൊല്ലൂരിലേക്ക് തുടർന്നു പോകും. 3 മണിയോടെ ക്ഷേത്രത്തിലെത്തി പ്രത്യേക പ്രാർത്ഥനകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം പാറശാലയിൽ വീട്ടിലേക്ക് പാറ അടർന്നു വീണു. വീട്ടമ്മയ്ക്ക് ഗുരുതരമായ പരിക്ക്. നിപ ഷിഗല്ല ഭീതിയിൽ സംസ്ഥാനം. കോഴിക്കോട് രോഗം ബാധിച്ച 43കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സമ്പർക്ക പട്ടികയിൽ 77 പേർ. വയനാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. CMRL എക്സാലോജിക് ഇടപാടിൽ ടി വീണയ്ക്ക് ഇഡി വീണ്ടും സമൻസ് അയക്കും. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ ഹാജരാവില്ല. രേഖകൾ ഇഡിക്ക് മുന്നിൽ സമർപ്പിക്കും. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറി കാർഡ് വിവാദം ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കും. 2 ജഡ്ജിമാർ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ പുതിയ ബെഞ്ച്. ആവേശപൂരത്തിൽ ലോകം. ലോകകപ്പ് ഫുട്ബോളിലെ 2ാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 59-ാം മിനിറ്റിലാണ് ചെക്കിയയുടെ ഗോൾ പിറന്നത്. പന്തടക്കത്തിലും ഷോട്ടുകളിലും മുന്നിൽ നിന്നത് ദക്ഷിണ കൊറിയ ആണെങ്കിലും കളിയുടെ ഗതിക്ക് വിപരീതമായിട്ടാണ് ആദ്യ ഗോൾ പിറന്നത്. എന്നാൽ 67-ാം മിനിറ്റിൽ ഏഷ്യൻ ടീം ഗോൾ മടക്കി. ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ ആതിഥേയരായ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, തുടക്കം എങ്ങനെ, ഒപ്പം ഇപ്പോൾ നടക്കുന്ന മത്സരത്തിന്റെ വിലയിരുത്തൽ? സജിത്ത്, ഇപ്പോൾ ചെക്കിയ ഒപ്പം ദക്ഷിണ കൊറിയ പോരാട്ടം പുരോഗമിക്കുകയാണ്. മെക്സിക്കോയിൽ ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, മത്സരത്തിന്റെ ഗതി നോക്കുകയാണെങ്കിൽ അവിടെ ഏഷ്യൻ ടീമായ ദക്ഷിണ കൊറിയയ്ക്ക് ഒരു എഡ്ജുണ്ട്. പക്ഷേ സ്കോർ കാർഡ് അതല്ല, തോന്നിപ്പിക്കുക എന്ന് മാത്രം. ദക്ഷിണ കൊറിയ ചെക്കിയ പോരാട്ടത്തിന്റെ ആദ്യം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ചതും കൂടുതൽ പന്തടക്കം പ്രകടമാക്കിയതുമൊക്കെ ദക്ഷിണ കൊറിയയാണ്. ആ മത്സരത്തിൽ പക്ഷേ ആദ്യ ഗോൾ വീണത് ചെക്കിയുടെ ഭാഗത്തു നിന്നാണെന്ന് മാത്രം. ലാദിസ്ലാവ് ക്രെച്ചിയാണ് 59-ാം മിനിറ്റിൽ. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. അതിനുശേഷം 59-ാം മിനിറ്റിൽ ലാദിസ്ലാവ് ക്രെച്ചി, അവരുടെ ക്യാപ്റ്റൻ, പുതിയ ആംബാൻഡ് അണിഞ്ഞെത്തിയ ക്രെച്ചി തന്നെ ചെക്ക് റിപ്പബ്ലിക്കിന് ഒരു ഹെഡർ ഗോളിലൂടെ അവർക്ക് ലീഡ് നൽകുകയാണ് ചെയ്തത് ആദ്യ സമയങ്ങളിൽ. എന്താണെങ്കിലും വലിയ താമസമില്ലാതെ തന്നെ
ഹ്വാങ് ഇൻ ബിയോമിലൂടെ ദക്ഷിണ കൊറിയ തിരികെ അടിച്ചു. 67-ാം മിനിറ്റിലാണ് 67-ാം മിനിറ്റിലാണ് ഹ്വാങ് ഇൻ ബിയോമിലൂടെ ദക്ഷിണ കൊറിയ ഗോൾ മടക്കി സമനില പിടിച്ചത്. എന്താണെങ്കിലും പന്തടക്കത്തിലെല്ലാം ദക്ഷിണ കൊറിയ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് രസകരം. ആവേശകരമായിട്ടുള്ളൊരു ഫുട്ബോൾ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഹ്യോങ് സിൻ മിൻ എന്ന ഇതിഹാസ കൊറിയൻ താരത്തിൻ്റെ ഒരുപക്ഷെ അവസാന ലോകകപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിസ്മരണീയമായ ലോകകപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ദക്ഷിണ കൊറിയ. ഇനി ആദ്യ മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യ മത്സരം അത് തീർത്തും ഏകപക്ഷീയമായിരുന്നു, വൺ സൈഡഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയും ദക്ഷിണ ആഫ്രിക്കയുമാണ് ഏറ്റുമുട്ടിയത്. ആതിഥേയരായ മെക്സിക്കോയുടെ ആരാധകർ തിങ്ങി നിറഞ്ഞ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 9-ാം മിനിറ്റിൽ തന്നെ ദക്ഷിണ ആഫ്രിക്കയുടെ വലയിലേക്ക് ആദ്യ ഗോളെത്തി. 9-ാം മിനിറ്റിൽ തന്നെ മെക്സിക്കോ ലീഡ് എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ അതിന് പിന്നാലെ മത്സരം അത് തുടർന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 റെഡ് കാർഡുകൾ പിറന്നു ഉദ്ഘാടന വേദിയിൽ തന്നെ എന്നുള്ളതാണ്. കഴിഞ്ഞ ലോകകപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായ റെഡ് കാർഡുകൾ ഉണ്ടായിരുന്നില്ല. ആകെ 4 റെഡ് കാർഡാണ് ടൂർണമെന്റിൽ ഉടനീളം ഉണ്ടായത്. പക്ഷേ ഇത് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റെഡ് കാർഡുകൾ പിറന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ ഗോളുകൾ ആ വലയിൽ നിറയുമായിരുന്നു എന്നുള്ളതും സംശയമില്ല. മെക്സിക്കോയുടെ ഏകപക്ഷീയമായിട്ടൊരു പോരാട്ടം തന്നെ വിശേഷിപ്പിക്കാം. അതിൽ കൂടുതൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം റാങ്കിങ്ങിൽ എത്ര വലിയ വ്യത്യാസം 2 ടീമുകൾ തമ്മിൽ ഉണ്ട് താനും സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ തുടക്കം തന്നെ ആവശ്യത്തിലേക്കാണ് പോകുന്നത്. 2ാം മത്സരം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി വലിയൊരു ഒത്തുതീർപ്പിലെത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ ഇനി ആണവായുധം കൈവശം വയ്ക്കില്ലെന്നും ഹോർമുസ് കടലിടുക്ക് വൈകാതെ തുറക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന വെല്ലുവിളിക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ നാടകീയമായ പ്രഖ്യാപനം. പശ്ചിമേഷ്യയിൽ സമാധാനമാകുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന കാര്യം. ലോകക്രമങ്ങളെ തന്നെ ബാധിച്ച ഈ യുദ്ധം പല കുറിയിൽ സമാധാന നീക്കങ്ങൾ ഉണ്ടാവുകയും അത് വിജയം കണ്ടു എന്ന തോന്നൽ ഉളവാക്കുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ വീണ്ടും ഒത്തുതീർപ്പുണ്ടായി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ഇറാൻ അത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല. ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ആണവായുധവുമായി ബന്ധപ്പെട്ട ധാരണയാണ്. ആണവായുധം പൂർണ്ണമായും നിർവീര്യമാക്കും, രാജ്യത്തിന് മാറ്റും, ഇതിന് ഇറാൻ വഴങ്ങി എന്ന വാദങ്ങളൊക്കെ നേരത്തെയും അമേരിക്ക മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇതിലെന്താണ് പൊതുധാരണ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി വിനോദുണ്ട്. വിനോദ്, പശ്ചിമേഷ്യയിൽ സമാധാനമായി, യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി എന്നതൊക്കെ മുമ്പും പലവട്ടങ്ങളിൽ വാർത്തകളിൽ വന്നതാണ്, അവകാശവാദങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തോട് ഇറാന്റെ പ്രതികരണം എന്താണ്? യഥാർത്ഥത്തിൽ വെടിനിർത്തൽ സാധ്യമായോ? സൈത്ത് പ്രത്യാശയ്ക്ക് വക നൽകുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇറാനും ഇത്തരമൊരു ധാരണയ്ക്ക് വഴങ്ങിയേക്കും. കാരണം ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ ആ തരത്തിലാണ് പുറത്തു വരുന്നത്. അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ അണ്വായുധം തയ്യാറാക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്നാക്കം പോകും എന്ന തരത്തിൽ തന്നെയാണ്. ട്രംപിൻ്റെ വാക്കുകളും ആ തരത്തിൽ തന്നെയാണ്. ഇറാൻ ഇത്തരമൊരു കാര്യത്തിന് അംഗീകാരം നൽകും എന്ന് ട്രംപും പറയുന്നുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഇതിൽ നിർണായകമാണ്. തുർക്കി ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുമായി ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയെന്ന് ട്രംപ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായും ചർച്ച നടത്തി. നെതന്യാഹുവുമായി കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ഇസ്രായേലിൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം ഇറാൻ ആണവശക്തി ആകരുത് എന്നതാണ്. അത്തരമൊരു കാര്യത്തിലേക്ക് പോകുന്നു. ഒരു കരാർ വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. അവിടെയാണ് ഈ നാടകീയമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായത്. സഹിത്ത് വളരെ വേഗത്തിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ചില സൂചനകൾ ഇറാൻ്റെ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്, ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖ നഗരങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ അമേരിക്കയുടെ നടപടി. ഒരുപക്ഷെ വലിയ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുമെന്ന ആശങ്കയുണ്ടായിരുന്നു. 24 ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെ, എണ്ണക്കപ്പലിന് നേരെ US-ൻ്റെ ആക്രമണം ഉണ്ടാകുകയും 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. ഒരുപക്ഷെ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ഭീതിയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുവൈറ്റ് അവരുടെ എയർലൈൻ സർവീസുകളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി. കുവൈറ്റിലേക്ക് തുടർച്ചയായി ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായി. ആ തരത്തിൽ ഉള്ള ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നത്. വിനോദ്, ഒരു കാര്യം കൂടി, ഈ അമേരിക്ക ഇന്ത്യൻ നാവികർക്ക് നേരെ നടത്തിയ ആക്രമണം ഇന്ത്യക്കുണ്ടായ നഷ്ടം 3 പേരെ ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തല്ലോ. ഇതിപ്പോൾ ഇറാനും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ
ഒരു മധ്യവർത്തിയുടെ റോളായിരുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള സമദൂരം പാലിക്കുകയായിരുന്നല്ലോ ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇതുകൂടി ഇതിൽ വിഷയമായി വരുമോ? അടുത്തയിടയിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയും നടക്കാനിരിക്കുന്നു. സ്വാഭാവികമായും ഇതും പശ്ചിമേഷ്യ തർക്കത്തിൽ ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടായ അക്രമവും ഒരു വിഷയം മാറുന്നുണ്ട്. സഹിത്ത് ഇതിൽ ഇന്ത്യയുടെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ രാജ്യം ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ ആശങ്ക അറിയിച്ചിരുന്നു. ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇത് ആവർത്തിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി അമേരിക്കയ്ക്ക് മുന്നിലേക്ക് ഇന്ത്യ വെച്ചു. അത് വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കപ്പലിൽ 24 ഇന്ത്യക്കാരുള്ളപ്പോൾ ഒരു ആക്രമണം US-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നത് തീർച്ചയായും അത് ഈ നയതന്ത്ര തലത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായതും അമേരിക്കയോട് ഇക്കാര്യത്തിൽ ഈ യുദ്ധം തുടരുത് എന്ന ഒരു നിലപാടിലേക്ക് പോയതും. വളരെ പെട്ടെന്ന് ഏതായിരുന്നാലും ഈ യുദ്ധം അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് പ്രത്യാശ നൽകുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഇന്ത്യയുടെ ഇടപെടൽ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇങ്ങനെ ഒരു ആക്രമണവും അതിന് പിന്നാലെ ഈ സമാധാന കരാറിലേക്ക് പോകുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി ഒരു സ്ഥിരീകരണം ഇതിനുണ്ടാകേണ്ടത്. ഏറെക്കുറെ അവരിത് അംഗീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആണവശക്തിയാകാൻ ഇറാൻ ഇനി തയ്യാറെടുക്കില്ല, അത് അവസാനിപ്പിക്കും, അങ്ങനെ ഒരു കരാറിലേക്ക് അവർ എത്തും എന്ന ചില സൂചനകൾ. പക്ഷേ അവിടെയും ചില ചുവപ്പ് രേഖകൾ അത് കടന്നു പോകാത്ത തരത്തിലുള്ള അവർക്ക് അവരുടെ നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഒക്കെ തന്നെ വേണ്ട ചില പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രതികരണം കൂടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഒരു റെഡ് ലൈൻ ക്രോസ് ചെയ്ത് ഇറാൻ പോകില്ല എന്ന തരത്തിൽ, അത് അവരുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് കാര്യമാണ്. അതിൽ അവരുടെ ആത്മാഭിമാനം അടിയറ വച്ചുള്ള ഒരു നടപടികളിലേക്ക് പോകില്ല. അവിടെ ഒരു രേഖയുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഈ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇനി വലിയ തർക്കങ്ങളിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത കുറവാണ്. അമേരിക്ക ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു, അങ്ങനെ ഒരു കരാർ വരുന്നു. ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ ഈ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന പ്രത്യാശയാണ് US പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതാകട്ടെ, ഇങ്ങനെ ഒരു വളരെ സാധ്യത ഉണ്ടായിരുന്നിട്ടും, യുദ്ധം അവസാനിപ്പിക്കാനുള്ള മികച്ചൊരു കരാറിന് സാധ്യത ഉണ്ടായിരുന്നിട്ടും ഇറാൻ അതിന് തയ്യാറായില്ല. അതിനവർ വലിയ വില നൽകേണ്ടി വരും. ഇറാൻ്റെ ആയുധശേഷി പൂർണ്ണമായി നശിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന, ഇറാൻ പോലും അറിയാതെ അവരുടെ എണ്ണശേഖരം അമേരിക്ക കൈയടക്കി എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ ഞെരുക്കം ഉണ്ടാകുന്നു എന്നത് വളരെ വസ്തുതയാണ്. കാരണം ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധം, അതുവഴി അവർക്ക് എണ്ണ വ്യാപാരം പഴയ പോലെ നടത്താൻ കഴിയുന്നില്ല. ഗാർഗദ്വീപിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ശേഖരിക്കുന്ന എണ്ണ കടലിലേക്ക് ഒഴുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിൽ അവരുടെ ആസ്തി അമേരിക്ക ഫ്രീസ് ചെയ്യുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടം നികത്തുന്നതിന് ഇറാൻ്റെ സാമ്പത്തിക ശേഷി എടുക്കാനുള്ള അമേരിക്കയുടെ നടപടികൾ, ഇതെല്ലാം തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇറാന് പിടിച്ചു നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അമേരിക്ക കണക്ക് കൂട്ടിയ സമയം കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുതയായി അവശേഷിക്കുകയും ചെയ്യുന്നു. സജിത്ത്, പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുമോ എന്നതാണ് എല്ലാ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ അവകാശവാദങ്ങൾ, ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങൾക്കൊപ്പം ഇറാനും ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ സമാധാനം ഉണ്ടായേക്കാം. കാത്തിരിക്കാം. എന്താണ് തൃണമൂൽ കോൺഗ്രസിൽ പിളർപ്പ് പൂർണ്ണം. യൂസഫ് പഠാൻ ഉൾപ്പെടെ 20 MPമാർ പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായിരിക്കും. കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJPയെ പിന്തുണയ്ക്കാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. തൃണമൂൽ MLAമാരിൽ ഭൂരിപക്ഷവും നേരത്തെ തന്നെ നേതൃത്വത്തോട് ഇടഞ്ഞ് പാർട്ടിയിൽ നിന്ന് പിളർന്നു മാറി നിന്നിരുന്നു. ഇതോടുകൂടി തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധികൾ അസാധാരണമായി മാറുന്നു എന്നതാണ് സാഹചര്യം. വിനോദ് തന്നെയുണ്ട്. വിനോദ്, കക്കോലി ഘോഷിന്റെ നേതൃത്വത്തിലാണ് ഒരു വിമത നീക്കം സഭയിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ സഭയിൽ വിമതപക്ഷത്തിനാണ് പ്രാധാന്യമെന്ന് വന്നതോടുകൂടി ലോക്സഭയിലും ഇത് പ്രതിസന്ധി രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം 3 രാജ്യസഭാ MPമാരും രാജിവെച്ചിരുന്നു. ഇത്തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീളുകയാണ്. എന്താണ് ഈ വിമത സംഘത്തിൻ്റെ നീക്കം? തങ്ങൾ പശ്ചിമബംഗാളിൽ MLAമാർ BJPക്ക് ബദലായി നിൽക്കുമെന്ന് പറയുമ്പോൾ ഇതേ വിഭാഗത്തോട് മമതയുള്ള പുലർത്തുന്ന ലോക്സഭയിലെ അംഗങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്നു. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടോ ഇവരുടെ നിലപാടുകൾ തന്നെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സജിത്ത്. ഈ തൃണമൂൽ എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അത് ഏറെക്കുറെ ഔദ്യോഗിക വിഭാഗം ഇല്ലാതായിരിക്കുന്നു. ഈ പിളർന്നു മാറിയവർ ഒരുപക്ഷെ തൃണമൂലിൻ്റെ മറ്റൊരു രൂപമായി അവശേഷിച്ചാൽ പോലും അതിന് തന്നെ എത്ര ഏകീകൃത രൂപമുണ്ടാകും എന്നതിൽ ഒരു വ്യക്തതയുമില്ല. കാരണം നിയമസഭയിൽ 80 MLAമാരുള്ളതിൽ 64-ലധികം പേർ പിളർന്നു മാറുകയും അവർ അവിടെ പ്രതിപക്ഷമാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പുതിയ വാർത്ത CNN തന്നെ നമ്മൾ തന്നെ പുറത്തുവിടുന്ന വാർത്തയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 28 MPമാരിൽ പാർലമെൻറ്റ് അംഗങ്ങൾ, ലോക്സഭയിലുള്ള MPമാരിൽ 19 പേർ
മാറിക്കഴിഞ്ഞാൽ ഈ കൂറുമാറ്റം അവരെ ബാധിക്കില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ 20 എംപിമാരാണ് അവിടെ ഈ കൂറുമാറി പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുമതി തേടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതായത് അവർക്ക് കൂറുമാറ്റം ബാധകമാകില്ല എന്നത് മാത്രമല്ല, സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ പശ്ചിമ ബംഗാളിൽ BJPയുടെ പ്രതിപക്ഷമായി അവിടെ നിയമസഭയിൽ ഒരു വിഭാഗം തുടരുമ്പോൾ അങ്ങനെ തന്നെ പാർട്ടിയോട് ഇടഞ്ഞ് പുറത്തേക്ക് വരുന്ന ഈ എംപിമാർ അവർ BJPയെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന വിവരമാണ് വരുന്നത്. അവിടെ ഒരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട്. തീർച്ചയായും കേന്ദ്രത്തിൽ BJP സർക്കാരിനെ പിന്തുണയ്ക്കുക, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും BJP സർക്കാരിനെ പിന്തുണയ്ക്കാനാണ് ഈ എംപിമാർ തീരുമാനിച്ചിട്ടുള്ളത്. മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ അദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നത്. സയോനി ഘോഷ്, ശതാബ്ദി റോയ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ 20 എംപിമാരുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഋതുപർണ ബാനർജിയുടെ നേതൃത്വത്തിലാണ് നിയമസഭയിൽ കലാപമുണ്ടാക്കിയത്, അവിടെ പിളർപ്പുണ്ടായത്. അവിടെയും ഈ അഭിഷേക് ബാനർജി അദ്ദേഹം തൃണമൂലിൻ്റെ ഏറ്റവും അവസാനത്തെ ശബ്ദം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശബ്ദമായിരുന്ന മമതാ ബാനർജിയുടെ അനന്തരവനാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ വലിയ അപ്രമാദിത്വം ഉണ്ടാകുന്നു എന്നതായിരുന്നു ഇവരുടെ പരാതി. മാത്രമല്ല അവിടെ സോമൻ റോയ് ചതോപാധ്യായെ പ്രതിപക്ഷ നേതാവായി മമത വിഭാഗം തീരുമാനിക്കുകയും എന്നാൽ അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചിട്ടുള്ള കത്തിൽ തങ്ങളല്ല ഒപ്പിട്ടതെന്ന വാദവുമായി ഈ വിമതപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന MLA മാർ രംഗത്ത് വരികയുമായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു പിളർപ്പ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതാ പാർലമെൻറ്റിലും പിളർപ്പ് സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ തൃണമൂൽ എന്ന പാർട്ടിയുടെ ഇനിയുള്ള നിലനിൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഭാവി തന്നെ എന്താകും എന്നതിൽ വലിയ ചോദ്യം ഉയരുകയാണ്. ഇതിനിടയിലാണ് ചില ലയന ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നത്. കോൺഗ്രസുമായി തൃണമൂൽ ഒരുപക്ഷെ ലയിച്ചേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് പിന്നീട് നേതൃത്വങ്ങൾ നിഷേധിച്ചു. ഏതായിരുന്നാലും ഈ തൃണമൂൽ എന്ന പാർട്ടി ഇനി എത്ര നാൾ ഈ രൂപത്തിലുണ്ടാകും എന്നതിൽ ഒരു മറുപടി പറയുക ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന അസാധാരണ പ്രതിസന്ധിയിൽ എന്താണ് ഇനി തുടർനീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസ് ലയന വാർത്തകളൊക്കെ സജീവമായി ഉയരുകയും ചെയ്യും. ഇടവേളയാണ് മടങ്ങി വരുന്നത്. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്.
ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗിനടുത്തുള്ള ഇസഡ് മോർ തുരങ്കം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം, ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് തുടങ്ങി എണ്ണമറ്റ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാശ്മീരിന്റെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഇന്ന് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12:30 പ്രത്യേക വിമാനത്തിൽ വിജയ് മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും. തുടർന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം കൊല്ലൂരിലേക്ക് പോവുക. ഉച്ചയ്ക്ക് 3 മണിയോടെ ക്ഷേത്രത്തിലെത്തും. അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തും. ദില്ലിയിലെ നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം വിമാനമാർഗമാണ് അദ്ദേഹം മംഗളൂരുവിലെത്തുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം, അതായത് 150 കിലോമീറ്ററോളം മൂകാംബിക ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യും. ക്ഷേത്ര ദർശനം, അതായത് 3 മണിക്കാണ് ക്ഷേത്ര ദർശനം നടത്തുക. വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ച് മംഗളൂരു വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിനാണ് ചെന്നൈയിലേക്ക് പുറപ്പെടുക. ഏതായാലും വിജയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മൂകാംബിക ക്ഷേത്രവും പരിസരവും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക പോലീസിനെ കൂടാതെ തമിഴ്നാട് പോലീസും ഇന്നലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ഇത്തരത്തിലുള്ള സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും Z+ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം, മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മറ്റ് ഭക്തർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കും വിജയുടെ ദർശനമെന്നും ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും വിജയുടെ കൂടെ മറ്റ് ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. ഏതായാലും വിജയുടെ ഈ സന്ദർശനം അത് വലിയ തോതിലുള്ള ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. നേരത്തെ വിജയ് TVK പാർട്ടി രൂപീകരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിന് മുൻപ് പെരിഞ്ചത്തൂർ, അതായത് തൂത്തുക്കുടി ജില്ലയിലെ പെരിഞ്ചന്തൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണ് വിജയ് ഇങ്ങനെയൊരു ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്നതും മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരൊക്കെ വിജയുടെ കൂടെ ഈ ക്ഷേത്ര ദർശനത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും വിജയ് മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്നത് അദ്ദേഹം നടത്തി വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഏതായാലും ഒരു സർക്കാർ അധികാരമേറ്റ് 1 മാസം തികയുന്ന മുമ്പ് തന്നെ പല പ്രഖ്യാപനങ്ങളും, ജനകീയ പ്രഖ്യാപനങ്ങളും നടത്തി അങ്ങനെ വലിയ കയ്യടി നേടിയ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ സിനിമ ഒരു നടൻ എന്ന നിലയിലും അദ്ദേഹം അത്തരത്തിൽ സ്വീകാര്യത നേടിയ ഒരാളായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി സിംഗപ്പൺ അതിരടി പട എന്ന ഒരു സേനയെ രൂപീകരിച്ച് അത് വലിയ തോതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം, ആ ഒരു സേനയുടെ ദൃശ്യങ്ങളെല്ലാം വലിയ തോതിൽ പ്രചാരണം നേടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പലതരം പദ്ധതികൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയോ അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കി അഴിമതിയില്ലാത്ത ഒരു സർക്കാർ, അതാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന വിജയ്. നമുക്കറിയാം വിജയുടെ ഓരോ പരിപാടികളിലും എത്രത്തോളം ആൾക്കൂട്ടമാണ് ഉണ്ടാകുന്നതെന്ന്. വിമർശകർക്കെല്ലാം കൃത്യമായ മറുപടി ഇത്തരം യോഗങ്ങളിൽ വിജയ് നൽകാറുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലായി സിംഗപ്പൺ അതിരടി പടയിലും അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിജയ് തമിഴ്നാടിൽ ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുന്നത്. നേരത്തെ തീരുമാനിച്ച പ്രകാരം, അല്ലെങ്കിൽ ഒരു നേർച്ച അല്ലെങ്കിൽ വഴിപാട് പോലെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതാണ് സാഹചര്യം. എന്തായാലും മൂകാംബിക ക്ഷേത്രത്തിലെത്തുകയാണ് ജോസഫ് വിജയ്, തമിഴ്നാട് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം പാറശാലയിൽ കനത്ത മഴയിൽ പളുകലിൽ വീടിനോട് ചേർന്നുള്ള പാറ അടർന്നു വീണ് വീട്ടമ്മയ്ക്ക് ഗുരുതരമായ പരിക്ക്. രാജകുമാരിയാണ് പരിക്ക്.
അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ സംഭവം? ഇതൊരു അപകട മേഖലയാണോ? ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിശദാംശം. ഇന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു സംഭവം. പളകൽ പുലക്കാവിന് സമീപം കുഴിവിള വീട്ടിൽ മണിയന്റെ ഭാര്യ രാജകുമാരി എന്ന 50-കാരിയാണ് അപകടത്തിൽപ്പെട്ടത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവരുടെ വീട്ടിൽ ഇവരൊരു കർഷകരാണ്, പശു ക്ഷീര കർഷകരാണ്. രാവിലെ പാല് ശേഖരിക്കുന്ന സമയം കഴിഞ്ഞതിന് ശേഷം ശുചിമുറിയിൽ കയറുകയായിരുന്നു രാജകുമാരി. വീടിന് പുറത്താണ് ഈ ശുചിമുറി ഉള്ളത്. ഈ ശുചിമുറിക്ക് സമീപത്ത് ആയിട്ട് അവരുടെ മറ്റൊരു പറമ്പിൽ ഈ പാറക്കെട്ടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ഈ അടിമണ്ണ് അടർന്നു മാറിയായിരുന്നു ഈ ശുചിമുറിയിലേക്ക് പാറ ഉരുണ്ടു വീഴുന്നത്. ഈ സമയം ഇതിൽ അകപ്പെട്ടുപോയി. പക്ഷേ ഭാഗ്യവശാൽ ഈ പറയുന്ന രാജകുമാരി ഒരു കുഴിയിൽ അകപ്പെട്ടതിനാൽ വലിയ ഒരു അപകടത്തിൽ നിന്ന് ഒഴിവായെങ്കിലും അവരുടെ കാലിന് പൊട്ടലുണ്ട്. പാറശാലയിൽ നിന്ന് ഫയർഫോഴ്സ് JCBയുടെ സഹായത്തോടെ മാറ്റിയതിനു ശേഷമാണ് ഇവർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവർ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് പറയുന്നത്. യെസ്, എന്തായാലും അപകടമുണ്ടാകുന്ന പളുകലിലാണ്. ഒരു വലിയ പാറ വീണാണ് ഈ അപകടം സംഭവിച്ചത്. സംസ്ഥാനം നിപ ആശങ്കയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ ബാധിച്ച് കഴിയുന്ന ഫറോക്ക് സ്വദേശിയുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഗലക്ഷണങ്ങൾ കാണിച്ചതു മുതൽ ഇയാൾ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. കൂടുതലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമാണ് ഇയാൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടികയിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്ന പ്രത്യേകതയുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ആരോഗ്യ പ്രവർത്തകർ, സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ അടക്കം സമ്പർക്ക പട്ടികയിലുണ്ട്. അദ്ദേഹം ക്വാറന്റൈനിലുമാണ്. നിലവിലെ സാഹചര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന പുരോഗതിയോ എന്തെങ്കിലും സൂചനകളോ ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഒരു തരത്തിലുമുള്ള പുരോഗതി ഇല്ല എന്നാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു വലിയ പ്രത്യാശ എന്ന രീതിയിൽ ആരോഗ്യനില നീങ്ങുന്നില്ല എന്ന് തന്നെ അധികൃതർ വ്യക്തമാക്കുന്നു. പക്ഷേ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകിയ ആളുകൾക്ക് കാര്യമായ രോഗലക്ഷണങ്ങൾ ഇതുവരെ പ്രകടമായിട്ടില്ല എന്നതാണ് ആശ്വാസമുള്ള ഒരു കാര്യം. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 2 കുട്ടികൾ, ഭാര്യ, അച്ഛൻ, അമ്മ എന്നിവരാണ്. അവരെ ഈ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ റിസൾട്ട് വന്നപ്പോൾ തന്നെ അവരെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. അവർക്ക് കാര്യമായൊരു രോഗലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടമല്ല. ഒപ്പം ഈ കുട്ടികൾ സ്കൂളിലും മറ്റുമൊക്കെ പോയിരുന്നു. അവിടെയുള്ള ചില അടുത്തിടപഴകിയ ആളുകളെയും ഈ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമല്ല. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ അധികം പേരില്ലാത്തതാണ് ഏറ്റവും വലിയ ആശ്വാസമായി മാറുന്നത്. ഒരുപക്ഷെ ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ആരോഗ്യ പ്രവർത്തകരാണ്. 58ഓളം പേര് ആരോഗ്യ പ്രവർത്തകരാണ്. അതിൽ 2 ആശുപത്രികൾ, ഒരു ക്ലിനിക്കിലും മറ്റൊന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ഏറ്റവും അധികം തവണ അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ സമ്പർക്കത്തിൽ ഏറ്റവും അധികം, അല്ലെങ്കിൽ റൂട്ട് മാപ്പിൽ ഏറ്റവും അധികം ഉള്ളത് ആ ക്രിസന്റ് ആശുപത്രി എന്ന ആശുപത്രിയിലേക്കും പിന്നീട് ആസ്റ്റർ മിംസ് എന്ന ആശുപത്രിയിലേക്കുമാണ്. ഇവിടെ 2ഇടത്തും അദ്ദേഹവുമായി ഇടപഴകിയ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഒക്കെയാണ് ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്നത്. അവർക്കൊന്നും ഇതുവരെ ലക്ഷണങ്ങൾ പ്രകടമല്ല എന്നത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് വലിയ ഒരു രീതിയിലേക്ക് ഇത് പരന്നിട്ടില്ല എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൃത്യമായി തന്നെ നിരീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഡോക്ടർമാരടങ്ങുന്ന സംഘം. അതാണ് സാഹചര്യം. നിപ സംബന്ധിച്ച ആശങ്ക സംസ്ഥാനത്ത് തുടരുകയാണ്. തിരുവനന്തപുരത്തും ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും കുടിവെള്ള സ്രോതസ്സുകളിലെ ക്ലോറിനേഷൻ, തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്ന അടക്കമുള്ള നടപടികൾ വ്യാപകമാക്കുകയാണ്. ജില്ലയിൽ നിലവിൽ 6 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗബാധ ഉള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമായി ഇപ്പോഴും തുടരും. സാരംഗ് സുധാകരനുണ്ട്. സാരംഗ്, സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും അധികം രോഗികളുള്ള ഇടം തിരുവനന്തപുരമാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന പരിശോധനയുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധനകളും മറ്റ് സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടോ? സജിത്ത്, തിരുവനന്തപുരത്തെ സാഹചര്യം നിലവിൽ ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചവരിൽ കാര്യമായ ഗുരുതരാവസ്ഥ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വയനാട്ടിലെ സ്ഥിതിഗതികൾ, അല്ലെങ്കിൽ വയനാട്ടിലെ സ്കൂളിലെ കിണറുകളിൽ ഈ ഷിഗല്ലയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് രോഗബാധ ഉറവിടം എവിടെ നിന്നാണ്, ഏത് രീതിയിലാണത് പടർന്നതെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും അടക്കം സജീവമാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ കിണറുകളിലും മറ്റും ക്ലോറിനേഷനും ഒപ്പം
ഒപ്പം തട്ടുകട അടക്കമുള്ള ഇത്തരത്തിൽ അതായത് വൃത്തിഹീനമായി നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും ശുചീകരിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തന്നെയാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ ഉടൻ തന്നെ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. കാരണം ഇപ്പോൾ മറ്റ് പല അസുഖങ്ങളും പനി അടക്കമുള്ള അസുഖങ്ങൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് സാധാരണ പനി ആവാനും അല്ലെങ്കിൽ ഈ ഒരു രോഗലക്ഷണങ്ങൾ മറ്റ് പല രോഗലക്ഷണവുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തരുത് എന്ന് തന്നെ ഇപ്പോൾ ആരോഗ്യ വിഭാഗം കൃത്യമായി അറിയിക്കുന്നുമുണ്ട്. ഇതിനാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രോഗം കൂടുതൽ കുട്ടികളിലേക്ക് എത്തുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോർപ്പറേഷനും ഒപ്പം ആരോഗ്യ വിഭാഗവും അറിയിക്കുന്നത്. എന്തിനായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒപ്പം ഈ ഒരു രോഗം കൂടുതൽ പേരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളിലേക്ക് പടരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഷിഗല മറ്റൊരു വെല്ലുവിളി ഉണ്ടാക്കിയാണ്. വയനാട്ടിൽ ഷിഗല പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ജില്ല മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ 9 കുട്ടികളിലാണ് ഇതുവരെ പോസിറ്റീവായത്. കൊല്ലം ജില്ലയിലെ 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പരവൂർ പാലത്തറ മേഖലയിൽ വിദ്യാർത്ഥികൾക്കാണ് രോഗം പിടിപെട്ടത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CMRL എക്സാലോജി മാസപ്പടി കേസിൽ ED-യിൽ അവധി അപേക്ഷ നൽകാൻ CMRL ഉദ്യോഗസ്ഥരും ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് CMRL MD SN ശശിധരൻ കർത്തയ്ക്കടക്കം നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉടൻ അവധി അപേക്ഷ നൽകാനാണ് ഇവരുടെ നീക്കം. ഇന്ന് ഹാജരാകാനുള്ള സമൻസിന് വീണ വിജയൻ നേരത്തെ അവധി അപേക്ഷ നൽകിയിരുന്നു. എന്ന് ഹാജരാകണമെന്ന നിർദ്ദേശം ED വീണയ്ക്ക് നൽകിയിട്ടില്ല. CMRL ഉദ്യോഗസ്ഥരും സമാനമായ രീതിയിൽ ED-യെ സമീപിക്കാനാണ് സാധ്യത ഉള്ളതിനാൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പുതിയ സമൻസുകൾ ED നൽകുക. ഇന്ന് ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട കേസ് വരുന്നുണ്ട്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത സമർപ്പിച്ച പുതിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹർജി നൽകിയത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തെക്കുറിച്ച് മുമ്പ് നടന്ന അന്വേഷണം അട്ടിമറിച്ചതിലും അന്വേഷണം വേണമെന്ന് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നേരത്തെ ഈ വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ തുടർ നടപടി എടുത്തില്ലെന്നും അതിജീവിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. അഭിനേതാക്കളുടെ സംഘടന അമ്മ അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി നടി അൻസിബ. നോട്ടീസിൽ വ്യക്തതക്കുറവുണ്ടെന്നും താൻ ചെയ്ത നിയമലംഘനങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കണമെന്നുമാണ് അൻസിബ ആവശ്യപ്പെടുന്നത്. ടിനി ടോമിനെതിരെയും ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും സ്വീകരിച്ച നിയമ നടപടി വ്യക്തിപരമാണെന്നും അൻസിബ മറുപടിയിൽ പറയുന്നു. വിഷയത്തിൽ അൻസിബയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടാവാനാണ് സാധ്യത. അൻസിബയുടെ മറുപടിയിൽ അമ്മയെടുക്കുന്ന നിലപാടും നിർണായകമാണ്. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ഇന്നും തുടരുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. രാത്രി 8-ന് കളക്ടറേറ്റിലാവും തുടർ ചർച്ച നടക്കുക. പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമമെന്നും ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. 40 തവണ ചർച്ച നടത്തിയാലും നല്ല പരിഹാരമാണ് ലക്ഷ്യമെന്നും റോജി എം ജോൺ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിനായി ജില്ലാ കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് ഒഴിവാക്കിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ തന്ത്രപൂർവമായ നീക്കം മൂലമാണ്. സെക്രട്ടറി തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട ഒഴിവാക്കിയാണ് ജില്ലാ കമ്മിറ്റി വിളിച്ചത്. സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പേരിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ മത്സരമുണ്ടാകുമെന്ന് ഉറപ്പിച്ചതോടെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ നീക്കം. വി ജോയിയെ സെക്രട്ടറി ആക്കുന്നതിനെതിരെ കടകംപള്ളി ശിവൻകുട്ടി പക്ഷങ്ങൾ ഒന്നിച്ചിറങ്ങുകയായിരുന്നു. ജില്ലയിലെ പാർട്ടിയിൽ നിയന്ത്രണമുറപ്പിക്കാൻ തിരുവനന്തപുരത്ത് CPM-ൽ 1 മാസത്തോളമായി നടന്നത് അസാധാരണ നീക്കങ്ങൾ. വി ശിവൻകുട്ടി, വി ജോയ്, DK മുരളി, KS സുനിൽകുമാർ എന്നിവരായിരുന്നു ജില്ലാ സെക്രട്ടറി മോഹവുമായി രംഗത്തിറങ്ങിയത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കും പോലെ ഇവരിൽ പലരും പിന്തുണ തേടി. ആദ്യഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പിന്തുണ ആനാവൂർ പക്ഷത്തെ സുനിൽകുമാറിനായിരുന്നു. പിന്നെ കളം മാറിയ കടകംപള്ളി ശിവൻകുട്ടിയുമായി കൈകോർത്തു. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയും ശിവൻകുട്ടി പ്രതീക്ഷിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ജില്ലയിലെ പ്രധാന നേതാക്കളെ കണ്ട് അഭിപ്രായം തേടിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു AKG സെന്ററിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച. ഇതോടെയാണ് സംസ്ഥാന നേതൃത്വം തനിക്കൊപ്പമില്ല എന്ന് ശിവൻകുട്ടി തിരിച്ചറിഞ്ഞത്.
എങ്കിൽ പിന്നെ മത്സരമാകട്ടെ എന്ന നിലപാടിലേക്ക് കടകംപള്ളിയും ശിവൻകുട്ടിയും എത്തി. KS സുനിൽകുമാർ മത്സരിക്കണമെന്നും പിന്തുണ നൽകാമെന്നുമായിരുന്നു നിർദ്ദേശം. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ ശിവൻകുട്ടിയും കടകംപള്ളിയും ഒരുമിച്ച് നിന്നാൽ 20 പേരുടെയെങ്കിലും പിന്തുണയുണ്ടാകും. ആനാവൂർ പക്ഷത്തെ 10 ചേർത്താൽ 30. ഇതോടെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ജോയിയെ വോട്ടെടുപ്പിൽ പരാജയപ്പെടുത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നാലുള്ള അപകടം തിരിച്ചറിഞ്ഞ് ആനാവൂർ പക്ഷം പിന്തിരിഞ്ഞു. മത്സരിക്കാനില്ലെന്ന് KS സുനിൽകുമാറും വ്യക്തമാക്കി. ഇതോടെയായിരുന്നു ശിവൻകുട്ടി ഉൾപ്പെടെ പ്രധാനപ്പെട്ട 5 നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. ജില്ലാ കമ്മിറ്റിയിൽ 3 പേർ ജോയിയെ സെക്രട്ടറിയാക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തു. ആനാവൂർ പക്ഷം നിശബ്ദത പാലിച്ചു. മത്സര സാധ്യത തിരിച്ചറിഞ്ഞായിരുന്നു സെക്രട്ടറി തിരഞ്ഞെടുപ്പെന്ന അജണ്ട ഒഴിവാക്കി സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് എത്തിയത്. MLA ആയിരിക്കെ തന്നെയാണ് ജില്ലാ സമ്മേളനം പ്രത്യേക ഇളവ് നൽകി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറി തുടരാൻ ജില്ലാ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ആവശ്യമായിരുന്നില്ല. പകരം ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സംസ്ഥാന സെന്റർ നിർദ്ദേശം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് മത്സരത്തിനുള്ള വഴിയടഞ്ഞത്. തത്കാലം പ്രതിസന്ധിക്ക് പരിഹാരമായെങ്കിലും തലസ്ഥാനത്തെ പാർട്ടിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന ബോധ്യം സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം സന്ദർശിച്ച് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയും മകൻ അനന്ത് അംബാനിയും മരുമകൾ രാധിക മർച്ചന്റും ഒപ്പമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ അഭിഷേക സേവയിൽ ഇവർ പങ്കെടുത്തു. ആചാരത്തിന് ശേഷം ദർശനം നടത്തി. രംഗനായക കുല മണ്ഡപത്തിൽ പുരോഹിതന്മാർ കുടുംബത്തിന് വേദാനുഗ്രഹം അർപ്പിക്കുകയും വിശുദ്ധ തീർത്ഥപ്രസാദങ്ങൾ നൽകുകയും ചെയ്തു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് പ്രത്യേക വാർത്തകളുമായി എൽദോ പോൾ പുതുശ്ശേരി.